കൂട്ടുകാരെ, പൈൻബോ കുട്ടിക്കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മുതലമടക്കാട്. ഈ മനോഹരമായ കാട്ടിലെ ഒരു ദിവസം. ഇതാണ് ഭീമോ. അല്ല, സോറി, മിസ്റ്റർ ഭീമോ. ഭീമോ എന്ന് വിളിച്ചാൽ പുള്ളിക്കാരന് ദേഷ്യം വരും കേട്ടോ. ഈ വള്ളിയിൽ തൂങ്ങിപ്പിടിച്ചു വരുന്ന ആളാണ് നിക്കോ, ഈ കാട്ടിലെ കുസൃതിക്കാരനായ കുരങ്ങൻ. ഓയ് ഭീമോ. സോറി മിസ്റ്റർ ഭീമോ. നല്ലത്. ഇതാണ് എമി, ഈ കാട്ടിലെ ബുദ്ധിശാലിയായ കിളി. രണ്ടാളും കൂടി എങ്ങോട്ടാണാവോ? അപ്പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ടിരുന്നു. അതെന്താണെന്ന് നോക്കാൻ പോകുകയാ. അങ്ങനെ ആ ശബ്ദം എന്താണെന്ന് നോക്കാൻ അവർ മുമ്പോട്ട് നടക്കുന്നു. ഇതാണ് ഐസി. മണ്ടൻ തീരുമാനങ്ങൾ എടുക്കാൻ ആശാൻ ബുദ്ധിമാനാണ് കേട്ടോ. ഇതെന്താ നിനക്ക് പറ്റിയത്? മൂക്കിൽ എന്തോ കയറി, അതിനെ ഇടിച്ചു കൊല്ലാൻ നോക്കിയതാ. ഹോ, എനിക്ക് വയ്യ. ഇവിടെ ഒരാൾ മൂക്കിലുള്ള ഉറുമ്പിനെ ഓട്ടിക്കാൻ മുഖം മരത്തിൽ ഇടിക്കുകയായിരുന്നു. പൊട്ടൻ. എടാ, എന്നിട്ട് നിന്റെ മൂക്കിന്റെ ഉള്ളിലുള്ള ഉറുമ്പ് പോയോ? ആ മൂക്ക് തന്നെ പോയി കാണും. മിസ്റ്റർ ഭീമോ, ആ തുമ്പിക്കൈ കൊണ്ട് വെള്ളം ഐസിയുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് അടിച്ചേക്ക്. അങ്ങനെ മിസ്റ്റർ ഭീമോ ഐസിയുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് വെള്ളം അടിക്കുന്നു. നമുക്ക് ആ കോരൻ വൈദ്യനെ പോയി കണ്ടാലോ? വല്ല മാർഗവും കിട്ടും. ഇനി അതിനൊന്നും സമയമില്ല മിസ്റ്റർ ഭീമോ. ഉറുമ്പുകൾക്ക് മധുരമാണ് ഇഷ്ടം. വെറുതെ വെള്ളം അടിച്ചാൽ അവർ പോകില്ല. നമുക്ക് ഈ പ്രശ്നം പഞ്ചസാര കൊണ്ട് തീർക്കാം. അങ്ങനെ ഭീമോ പഞ്ചസാര തരികൾ നിരനിരയായി ഇടുകയും ഐസിയുടെ മൂക്കിലെ ഉറുമ്പുകൾ പുറത്തു വരികയും ചെയ്യുന്നു. മഹാഭാഗ്യം! ഈ കുഞ്ഞിക്കിളിയുടെ ബുദ്ധി കാരണം എല്ലാ ഉറുമ്പുകളും പോയി. നന്ദിയുണ്ട്.